ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 2 സീരീസ് ചെയ്തത് NCDC ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫെഡറേഷനാണ് NCHF. അപ്പം ഒരുപാട് പേര് നല്ല കമൻസൊക്കെ എനിക്ക് പറഞ്ഞാൽ ടെലഗ്രാമിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് കണ്ടിന്യൂഷൻ ചെയ്യണം, ഫെഡറേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല വീഡിയോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഫെഡറേഷൻസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ NCHF ആണ് പറയുന്നത്. NCHFനെ കുറിച്ച് നോക്കാം. NCHF ഈസ് ദ നാഷണൽ ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969. 1969 NCHF എന്ന സ്ഥാപനം വരുന്നത്. നാഷണൽ ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969 ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ വർക്കിംഗ് ഗ്രൂപ്പ് ആസ് ഏത് റെക്കമെൻഡേഷൻ, ആരുടെ റെക്കമെൻഡേഷൻ? വർക്കിംഗ് ഗ്രൂപ്പ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് വന്നത്? NCHF എന്ന സ്ഥാപനം 1969 വന്നത്. ദ ബേസിക് ട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ വാസ് to have an organization at the national level which would assume the responsibility of promoting and uniformly developing the housing cooperatives in the country by way to provide guidance, advance and also to accelerate the activity of the state level apex housing federation. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇത് ഒരു നാഷണൽ ലെവലാണ്. അതുപോലെ തന്നെ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അസ്യൂം ചെയ്ത് പ്രൊമോട്ടിങ് ആൻഡ് യൂണിഫോംലി ഡെവലപ്പിംഗ് ദ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. രാജ്യത്തുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊമോട്ടിങ് ചെയ്യുക, അവരെ ഒരേപോലെ ഡെവലപ്പ് ചെയ്ത് എല്ലാ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനെ ഒരേപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. ഏതിലൂടെ? ടു പ്രൊവൈഡിങ് ഗൈഡൻസ്, അഡ്വൈസ് ആൻഡ് ആൾസോ ടു ആക്സിലറേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ലെവൽ അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻസ്. ക്ലിയർ ആണല്ലോ? അതിൽ കുറച്ച് ഡീപ്പായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഈ NCHF ചെയ്യേണ്ട ജോലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. NCHF has been promoted Apex Housing Federation in the state and all the state level federations are the members of NCHF. അപ്പം ഓർത്തിരിക്കുക, all the state level federations are members of NCHF. അപ്പോൾ NCHFൻ്റെ എല്ലാ മെമ്പേഴ്സ് എല്ലാ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഹൗസിംഗ് കോപ്പറേറ്റീവിൻ്റെ അപ്പെക്സുകൾ എന്തിൻ്റെ മെമ്പറാണ്? NCHFൻ്റെ മെമ്പറാണ്. ഓർത്തിരിക്കുക, സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാ അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻസും ആരുടെ മെമ്പറാണ്? NCHFൻ്റെ. സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസ് എല്ലാം എന്താണ്? NCHFൻ്റെ മെമ്പറാണ്. ഹൗസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസ് എല്ലാം NCHFൻ്റെ മെമ്പറാണ്. അടുത്ത NCHF ഹാസ് ടേക്കൻ എ നമ്പർ ഓഫ് മെഷേഴ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ സെഞ്ച്വറി. അതായത് NCHF എന്ന സ്ഥാപനം തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് വേണ്ടി ഈ സെഞ്ച്വറിയിലെ കൺട്രിയാണ്, ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ഹൗസിംഗ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മെഷേഴ്സും സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ, ഇറ്റ് എക്സ്റ്റെൻസ് ദ അക്കാഡമിക് സപ്പോർട്ട് ആൻഡ് അതർ നെസസറി ഹെൽപ്സ് ടു മെമ്പേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് ദെയർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ടെക്നിക്കൽ ബേസ്. ഇറ്റ്സ് എ ലീഗൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ പ്രൊഫഷണൽ മാറ്റേഴ്സ്. ഇറ്റ് ഈസ് അണ്ടർടേക്കിംഗ് റിസർച്ച് സ്റ്റഡീസ്. എന്ത് നടത്തുന്നുണ്ട്? റിസർച്ച് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ആൻഡ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹൗസിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹൗസിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് വേണ്ടി ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഹൗസിംഗ് ആൻഡ് അണ്ടർടേക്കിംഗ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ടേം ഓർത്തിരിക്കുക. ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് NCHFൻ്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് പോവുകയാണ്. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. The following are the objectives of NCHF എന്ന് പറയുന്നുണ്ട്. To provide a common forum for dealing with the technical, financial and other practical problems relating to housing cooperatives and ways and means for solving them. അതായത് ഇവിടെ പറഞ്ഞു വെച്ചാൽ to provide a common forum for dealing with the technical, financial and other practical problems related to housing cooperatives-മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ടെക്നിക്കൽ ആവട്ടെ, ഫിനാൻഷ്യൽ ആവട്ടെ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ഇതിനെല്ലാത്തിനും കൂടി ഡീൽ ചെയ്യുന്നൊരു കോമൺ ഫോറം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? NCHF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന വെയ്സ് ആൻഡ് മീൻസിൻ്റെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാനും ആരുടെ പക്കലുണ്ട്? NCHFൻ്റെ പക്കൽ ഉണ്ട്.
അടുത്തത് ടു പ്രൊപ്പഗേറ്റ് ആൻഡ് പോപ്പുലറൈസ് കോപ്പറേറ്റീവ് ഹൗസിംഗ് മൂവ്മെൻറ്റ് ഓൺ സൗണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടു പ്രൊമോട്ട് സച്ച് ഐഡിയാസ് ത്രൂ പബ്ലിക്കേഷൻസ് ആൻഡ് പീരിയോഡിക്കൽസ് ഇൻക്ലൂഡിംഗ് ബുള്ളറ്റിൻ ആൻഡ് ജേർണൽസ് എക്സ്ചേഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് ഹൗസിംഗ്. നമുക്കറിയില്ലേ NCHFൻ്റെ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ പുസ്തകം, അവർക്ക് ജേർണൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊപ്പഗേറ്റ് ആൻഡ് പോപ്പുലറൈസ് എന്താണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് മൂവ്മെൻറ്റ്. ഹൗസിംഗ് മൂവ്മെൻറ്റിന് എന്ത് ചെയ്യുക, കോപ്പറേറ്റീവ് ഹൗസിംഗ് മൂവ്മെൻറ്റിനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് അവരുടെ ഐഡിയാസ് അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നു, പബ്ലിക്കേഷൻസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ടുള്ള ബുള്ളറ്റിൻസ് ആൻഡ് ജേർണൽസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ വളർച്ചയെക്കുറിച്ച് അറിയിക്കുക, അവരുടെ കോപ്പറേറ്റീവ് ഹൗസിങ്ങിൽ പുതുതായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളെ ഇൻഫോം ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, കുറേ നല്ല രീതിയിലുള്ള പബ്ലിക്കേഷൻസും ജേർണൽസും ബുള്ളറ്റിനും ഒക്കെ എന്ത് ചെയ്യുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക, പോപ്പുലറൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത് പറയുന്നത് ടു റേസ് ഫണ്ട് ബൈ ബോറോയിങ് ഓർ അതർ വേസ്. ഒരു രീതിയിൽ ബോറോയിങ്ങിലൂടെയോ മറ്റ് രീതിയിലൂടെയോ എന്ത് റേസ് ചെയ്യുക, ഫണ്ട് കണ്ടെത്തുക. പ്രവർത്തിക്കുന്നതിന് എന്ത് വേണം, ഫണ്ട് വേണം അല്ലേ. ടു ഗ്രാൻഡ് ലോൺസ് ഓർ അഡ്വാൻസ് ടു മെമ്പേഴ്സ്. ടു ഗ്രാൻഡ് ലോൺ ഓർ അഡ്വാൻസ് ടു മെമ്പേഴ്സ്, ലോൺ കൊടുക്കുക, അവരുടെ മെമ്പേഴ്സിന് ലോൺ അഡ്വാൻസുകൾക്ക് ഗ്രാൻഡ് ചെയ്യുക. ടു പ്രൊക്യൂർ മാനുഫാക്ചർ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ് ടു പ്രൊക്യൂർ മാനുഫാക്ചർ ആൻഡ് സ്റ്റോക്ക് ആൻഡ് സപ്ലൈങ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സ് വീട്, ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീട് വയ്ക്കുന്നതാണ്. നമ്മൾ 4 തരത്തിലുള്ള ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ പല രീതിയിൽ ഇപ്പോൾ ടെനൻ്റ് ആവട്ടെ ഇതൊക്കെ പറയുന്ന പോലെ തന്നെ അവർക്ക് മെറ്റീരിയൽ അവരുടെ മെമ്പേഴ്സിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി അല്ല അവരുടെ മെമ്പേഴ്സിന് എന്തൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ അതൊക്കെ ഇവർ സപ്ലൈ ചെയ്യുക. ഈ സിമൻറ്റ്, കല്ല് പോലുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക. ഇതൊക്കെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഫാക്ടറീസ്, ഇങ്ങനെയൊക്കെ എന്തുണ്ട് NCHFൻ്റെ കീഴിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടു കോർഡിനേറ്റ് ആൻഡ് ഗൈഡ് ദ വർക്കിംഗ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിംഗ് ആൻഡ് മേക്ക് അവൈലബിൾ അഡ്വൈസ്, എക്സ്പേർട്ട് അഡ്വൈസ് ഫോർ ദ പർപ്പസ് അല്ലേ. നല്ല രീതിയിൽ ഇപ്പം നമുക്കിപ്പം വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കണം, നമുക്ക് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനെ സമീപിച്ചാൽ നമുക്ക് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് സാങ്ഷൻ ആക്കി വെച്ചിരിക്കുന്ന പ്ലാനുകൾ കാണാം. ആ പ്ലാനുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീട് വയ്ക്കാനുള്ള ലോണും കാര്യങ്ങളെല്ലാം ആര് തരും, ആസ് യു മെമ്പർ. ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൊസൈറ്റി എന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിങ്ങിനൊക്കെ അവരുടെ ഒരു നല്ലൊരു അഡ്വൈസ്, അവരുടെ നല്ല വീട് വെച്ചുള്ള പരിചയമുള്ള ഒരുപാട് പേര് കാണും, അവരൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ അഡ്വൈസ് ചെയ്യും. ഓക്കെ, അടുത്ത ടു പ്രൊമോട്ട് അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻ ഇൻ ദോസ് സ്റ്റേറ്റ്സ് വെയർ സച്ച് ഓർഗനൈസേഷൻ ഡു നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അടുത്തത് സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സർവീസസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ NCHF കഴിയും. അടുത്ത് പറയുന്നത് സർവീസസിനെ കുറിച്ചാണ്. സർവീസസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സർവീസസ്, the following are the main services provided by NCHF: assisting Apex Housing Federation in raising resources for LIC and other funding agencies അല്ലേ. അസിസ്റ്റിംഗ് അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻസ്, ഹൗസിംഗ് ഓരോ സംസ്ഥാനത്തുള്ള ഹൗസിംഗ് ഫെഡറേഷൻസിന് അപ്പെക്സിന് എന്ത് ചെയ്യുക, അസിസ്റ്റിംഗ് ചെയ്യുന്ന എന്തിനു വേണ്ടി, ഇൻ റേസിംഗ് റിസോഴ്സസ് ഫോർ LIC ആൻഡ് അതർ ഫണ്ടിങ് ഏജൻസീസ്. അതായത് അവരുടെ LIC അല്ലെങ്കിൽ മറ്റ് ഫണ്ടിങ് ഏജൻസീസിന് എന്ത് ചെയ്യുക, അവരുടെ നിന്ന് റിസോഴ്സസ് റേസ് ചെയ്യുന്നതിന് വേണ്ടി ഈ NCHF നിന്ന് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻ. ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഗൈഡിങ് ചെയ്യുന്നു. ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻ, ഒരു അപ്പെക്സ് ഹൗസിംഗ് ഫെഡറേഷൻ ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് അവർക്ക് സെറ്റിംഗ് അപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം അഡ്വൈസ് കൊടുക്കുന്നത് ആരാണ്, NCHF ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ ആര് ചെയ്യുന്നുണ്ട്, NCHF ചെയ്യുന്നുണ്ട്. പ്രൊവൈഡിങ് എ കോമൺ ഫോറം ടു മെമ്പർ ഫെഡറേഷൻസ് ടു എക്സാമിൻ പ്രോബ്ലംസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അല്ലേ. ഒരു കോമൺ ഫോറം കാണും, അതായത് എല്ലാ ഹൗസിംഗ് കോപ്പറേറ്റീവ്സുകൾക്കും കോമൺ ആയിട്ട് കുറേ പ്രശ്നങ്ങളും പ്രോബ്ലംസുകളൊക്കെ കാണും, അല്ലെങ്കിൽ പ്രോബ്ലംസൊക്കെ കാണും. ഇത്തരം പ്രോബ്ലംസുകൾക്കെല്ലാം ഒരേ രീതിയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി NCHF മുന്നിട്ട് നിൽക്കാറുണ്ട്. അടുത്ത പോയിൻ്റ് അത് പ്രൊവൈഡിങ് എ കോമൺ ഫോറം ടു മെമ്പർ ഫെഡറേഷൻസ്.
കണ്ടക്റ്റിങ് റിസർച്ച് സ്റ്റഡീസ് കണ്ടക്റ്റിങ് ചെയ്യും അല്ലേ. എന്തെങ്കിലും ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് എല്ലാ മേഖലകൾക്കും അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫെഡറേഷൻ പോലുള്ള മേഖലയിൽ അത്തരം ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുക, റിസർച്ച് സ്റ്റഡീസ് നടത്തി എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനൊക്കെ NCHF എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പ്രൊവൈഡിങ് ഗൈഡൻസ് ടു അപ്പെക്സ് ആൻഡ് പ്രൈമറി സൊസൈറ്റി ഓൺ ടെക്നിക്കൽ ആൻഡ് ലീഗൽ മാറ്റേഴ്സ്. നിയമപരമായിട്ട് ടെക്നിക്കൽ പരമാവട്ടെ അപ്പെക്സ് ആൻഡ് പ്രൈമറി സൊസൈറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പറയുന്നത് എന്താണ്, അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ ജനറൽ ഇൻഷുറൻസ്. അതൊരു ജനറൽ ഇൻഷുറൻസിന് വേണ്ടി ഹൗസിംഗ് കോപ്പറേറ്റീവ്സിനെ അസിസ്റ്റ് ചെയ്യുന്നത് NCHF ആണ്. അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ ജനറൽ ഇൻഷുറൻസ് ആരുടെ സർവീസാണ്, NCHFൻ്റെ സർവീസാണ്. അത് ഓർത്തിരിക്കുക. അടുത്ത പറഞ്ഞത് അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ്. ഈ വാക്കാണ് കൺഫ്യൂഷൻ. അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് ആൻഡ് പ്രോഗ്രാംസ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസ് കോഴ്സസ് ആവട്ടെ, ട്രെയിനിങ് കോളേജിലെ പ്രോഗ്രാം ആവട്ടെ, ഇതെല്ലാം അസിസ്റ്റ് ചെയ്യുന്നത് NCHF തന്നെയാണ്. ഓക്കെ, പലർക്കും ഈ പോയിന്റ് വന്നപ്പോഴത്തേക്കും സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് പ്രോഗ്രാംസ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ആരുടെയാണ്, NCHFൻ്റെ തന്നെയാണ്. ഓക്കെ, അത് കൂടുതൽ NCHFൻ്റെ. അപ്പം നമുക്ക് വായിക്കുമ്പം കൂടുതൽ നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ ഈ പോയിൻറ്റ്സ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഏതൊക്കെ പോയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അടുത്തത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ ഫെഡറേഷൻസ് കുറിച്ച് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദ അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ഫെഡറേഷൻസ്. താഴെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, വലിയ ഡീപ്പായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ കേട്ടോ. NCHF ഹാസ് സെറ്റപ്പ് എ ടെക്നിക്കൽ സർവീസ് ഓർഗനൈസേഷൻസ്. എന്താണ് ഇപ്പോൾ ഈ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. ടെക്നിക്കൽ സർവീസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത ആരാണ്, NCHF ആണ്. ആരാണ്, NCHF ആണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കുന്ന NCHF ആണ്. അപ്പോൾ ഏതിൻ്റെ സഹായം ഉപയോഗിക്കുന്നുണ്ട്, ഈ NCHF എന്താണ്, പ്രൊവൈഡ് ടെക്നിക്കൽ ഗൈഡൻസ് കിട്ടുന്നതിന് ടെക്നിക്കൽ സർവീസ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നു. പിന്നെ സെമിനാർസും കോൺഫറൻസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഏജൻസി ഓഫ് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ഫോർ അണ്ടർടേക്കിംഗ് ജനറൽ ഇൻഷുറൻസ് അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏത് ഏജൻസി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി. അപ്പം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ജനറൽ ഇൻഷുറൻസ് ആരുടെയാണ്, NCHFൻ്റെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് ഒബ്റ്റെയിൻഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഫോർ അണ്ടർടേക്കിംഗ് ജനറൽ ഇൻഷുറൻസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആരാണ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, ജനറൽ ഇൻഷുറൻസ് അണ്ടർടേക്ക് ചെയ്യുന്ന ആരാണ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, അടുത്ത പറഞ്ഞത് കോർഡിനേഷൻ ഓഫ് വേരിയസ് അർബൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ്, പ്ലാനിംഗ് കമ്മീഷൻ, GIC, LIC ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അതായത് കോർഡിനേഷൻ ആരൊക്കെയായിട്ട്, അർബൻ ആവട്ടെ, റൂറൽ ഏജൻസി ആവട്ടെ, പ്ലാനിംഗ് കമ്മീഷൻ ആവട്ടെ, ജനറൽ ഇൻഷുറൻസ് ആവട്ടെ, LIC ആവട്ടെ, മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. NCHFന് ഇവിടെ എല്ലാം എന്തുണ്ട്, ഇവരുമായിട്ടെല്ലാം NCHFന് കോർഡിനേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തന്നെ അതുപോലെ തന്നെ വേരിയസ് റിസർച്ച് സ്റ്റഡീസ് നടത്തും. മെമ്പർ ഫെഡറേഷനോ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോമൺ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു, പലയിടത്ത് പറഞ്ഞായിരുന്നു, മിക്ക ഫെഡറേഷൻ സ്ഥാപനങ്ങളും റിസർച്ച് സ്റ്റഡീസ് നടത്താറുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അത് നമ്മളിങ്ങനെ ഓരോ ഫെഡറേഷൻസ് പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കാം. അടുത്ത് പറഞ്ഞത് പബ്ലിക്കേഷൻ ഓഫ് ദ വേരിയസ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു റൂറൽ ഹൗസിങ് എക്സെട്ര ത്രൂ NCHF ബുള്ളറ്റിങ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ മറ്റ് കാര്യങ്ങൾ ഈ NCHF ബുള്ളറ്റിലൂടെ റൂറൽ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ NCHFനെ കുറിച്ച് ഇത്രയും മെയിനായിട്ട് പറയുന്നുള്ളൂ. വേറെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും നമ്മൾ ഇതിനകത്ത് എക്സാമിന് ചോദിച്ച പോയിൻറ്റ്സൊക്കെ ഈ പറഞ്ഞ പോലെ മെയിൻ സർവീസ് എന്നൊക്കെയാണ് എടുത്തിട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പം ഈ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. NCHF എന്താണ് ജസ്റ്റ് ഒന്ന് പറയും. ഇപ്പോൾ NCHFൻ്റെ ഡീറ്റെയിൽഡ് നോട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡുകളിലും റാങ്ക് ഫയലും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർക്ക് നോട്ടുകൾ കാണും. ഇങ്ങനത്തെ നോട്ട്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, സർവീസസ്, അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് 2 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ഒരു കോപ്പറേറ്റീവ് വേ കേരളം എന്നുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബും നമ്മളിപ്പോൾ ഒരു PDF സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള PDF വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആ ലിങ്കിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം, ഇൻസ്റ്റാഗ്രാമും ടെലഗ്രാമും എല്ലാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ക്ലാസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായിട്ട് കേരള ബൈന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.